യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ചോരയിൽ മുക്കി പോലീസ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ അടക്കം തല അടിച്ചു പൊട്ടിച്ചു. സംഘർഷത്തിൽ കുറേ നേരം തലസ്ഥാനം സാക്ഷിയായി. പിന്നീട് KPC അധ്യക്ഷൻ നേരിട്ടെത്തിയാണ് അബിൻ വർക്കി സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പോലീസിനെതിരെ ശക്തമായ ഏറ്റുമുട്ടലാണ് തലസ്ഥാനത്ത് മണിക്കൂറുകളോളം നീണ്ടുനിന്ന തെരുവു യുദ്ധത്തിൽ കാണാൻ കഴിഞ്ഞത്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ജിബിൻ, അബിൻ വർക്കി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ട് KPCC അധ്യക്ഷനൊക്കെ അവിടെ ഉണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? ഈ മണിക്കൂറുകൾ നീണ്ടു നിന്ന യൂത്ത് കോൺഗ്രസും പോലീസും തമ്മിലുള്ള നേരിട്ടുള്ള ഈ ഏറ്റുമുട്ടലിന് ശേഷം പരിക്കേറ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവർ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ അബിൻ വർക്കി മാത്രമല്ല, നിരവധി ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ ഉൾപ്പെടെ കൈക്കും തലയ്ക്കും ഒക്കെ പരിക്കേറ്റവരെല്ലാം ഈ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ അബിൻ വർക്കിക്കാണ് തലയ്ക്ക്, സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സുമേഷിനടക്കമുള്ളവർക്ക് കൈക്ക് പൊട്ടലുമേറ്റിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിക്കേറ്റവരെ എല്ലാം ഇങ്ങോട്ടേക്കാണ് എത്തിച്ചത്. ഇവരെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ സുധാകരൻ അടക്കമുള്ളവർ ഇവിടെ എത്തി. ഇവരെ കണ്ടതിന് ശേഷമാണ് അവർ തിരികെ KPCC ഓഫീസിലേക്ക് മടങ്ങിയത്. ഇവിടെ മറ്റ് നേതാക്കന്മാരെല്ലാം ഇവരോടൊപ്പം തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് സ്കാനിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇവിടെ അകത്തേക്ക്, കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു വലിയ സംഘർഷമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 12:45 കൂടി ആരംഭിച്ച ഈ ഒരു മാർച്ച് ഏകദേശം മൂന്നരയോടെ നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സംയമനം പാലിച്ചുവെങ്കിലും പ്രവർത്തകർ നിരന്തരമായി പോലീസിന് നേരെ പ്രകോപനം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ പോലീസും തിരിച്ച് ലാത്തി ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നതാണ്. ഏകദേശം 8 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. ഈ ലാത്തി ചാർജിലാണ് ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷൻ അടക്കമുള്ളവർക്ക് തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ് ഇപ്പോൾ ഇവരെയെല്ലാം ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ ഇപ്പോൾ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്.